ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 12. ഭദ്രൻ ഉത്തരത്തിനായി ആകാംക്ഷയോടെ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അതിപ്പോൾ നീ എന്തിനാ അറിയുന്നേ? അവർ മറുചോദ്യം തൊടുത്തു. പാർവതിയുടെ കാര്യം താനിപ്പോൾ പറഞ്ഞ അവൻ ആ കൊച്ചിനെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ലക്ഷ്മിക്കൊരു ഏകദേശ ധാരണ ഉണ്ടായിരുന്നതിനാൽ അവരവളുടെ കാര്യം മനഃപൂർവ്വം പറയാൻ മടിച്ചു. ഞാൻ ആരും അറിയാതെ കബോർഡിൽ പൂട്ടിവെച്ച സാധനം അമ്മ എന്തായാലും കണ്ടുപിടിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ എങ്ങനെയാണ്? അവൻ അതെങ്ങനെയെങ്കിലും അറിയണമെന്ന് വല്ലാത്തൊരാഗ്രഹം തോന്നി. അതൊക്കെ ഞാൻ അറിഞ്ഞു. അതെങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്ന് അറിഞ്ഞിട്ട് നിനക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അതെന്താ അമ്മയ്ക്ക് പറഞ്ഞാൽ? അതൊക്കെ ഞാൻ അറിയും. ഇനിയും നീ നിൻ്റെ മുറിയിൽ എന്തൊക്കെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുമോ അതൊക്കെ ഞാൻ കാണുകയും ചെയ്യും. അവർ പുച്ഛത്തോടെ മകന് നേർക്ക് ചുണ്ടുകൂട്ടി. കാണുകയോ? അതെങ്ങനെ? ഭദ്രന് സംശയമേറി. വീഡിയോ പിന്നെ കാണുമല്ലാതെ കേൾക്കുകയാണോ ചെയ്യേണ്ടത്? അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവനെ മറികടന്ന് ഹാളിലേക്ക് നടന്നു. അമ്മയൊന്നവിടെ നിന്നേ. അവൻ പൊടുന്നനെ അവരെ പിന്നിൽ നിന്നും വിളിച്ചു. എന്താ ഭദ്ര, ഇനി എന്താ നിനക്കറിയണ്ടേ? അമ്മ ഒരു വീഡിയോയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞില്ലേ, അതെന്താ സംഭവം? മകൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് തൻ്റെ നാവിൽ കയറിയ വികട സരസ്വതിയുടെ കാര്യം ലക്ഷ്മി അപ്പോൾ ഓർത്തത്. വീഡിയോയുടെ കാര്യം അറിയാതെ നാവിൽ നിന്ന് ചാടിപ്പോയതാണ്. ദൈവമേ, ഇനി അതിൻ്റെ പേരിൽ എന്തൊക്കെ ക്രോസ് വിസ്താരങ്ങൾ നടക്കുമോ എന്തോ. അവരറിയാൻ തന്നെ നാവ് കടിച്ചുപോയി. എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ മുറിയിലിരുന്ന് കുടിച്ചത് അമ്മയ്ക്കാരാ വീഡിയോ എടുത്ത് തന്നേ? എനിക്കിപ്പോൾ അറിയണം. പൊടുന്നനെ മാറിയ മകൻ്റെ മുഖഭാവം അവരുടെ ഉള്ളിൽ ഒരു പേടി നിറച്ചു. ഏത് വീഡിയോ? എന്ത് വീഡിയോ? നീ എന്തൊക്കെയാ ഭദ്ര ഈ പറയുന്നേ? നിന്റെ വീഡിയോ ആരെനിക്ക് അയച്ചു തരാനാ? നീ ഒന്ന് പോയേ. ഇത്തിരി വിറയലോടെയാണ് അവനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചതവർ. എങ്കിലും ഉള്ളിലുള്ള ഭയം ലക്ഷ്മിയുടെ വാക്കുകളിൽ പലപ്പോഴും പ്രതിഫലിച്ചിരുന്നു. അമ്മ ഈയിടെയായിട്ട് എന്നോട് കള്ളം പറയാനും പഠിച്ചോ? എനിക്കറിയണം സത്യം. അമ്മയ്ക്കാരാ ഞാൻ മുറിയിലിരുന്ന് കുടിച്ച വീഡിയോ എടുത്തു തന്നേ? അവൻ്റെ ശബ്ദം പതിവിലും മുറുകിയിരുന്നു. അറിയാതെ എൻ്റെ വായിന്ന് വന്നത് ആ വീഡിയോ എന്ന്. ആ വാക്കും പിടിച്ചോണ്ട് നീ എൻ്റെ അടുത്ത് കൂടുതൽ ആളാവാൻ നോക്കരുത് ഭദ്ര. 2-3 വർഷങ്ങൾ എന്നെയും നാട്ടുകാരെയും പറ്റിച്ച നിനക്ക് എന്നെ ചോദ്യം ചെയ്യാനുള്ള അധികാരവും ഇല്ല. നിൻ്റെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അത് അമ്മയെന്നുള്ള എൻ്റെ ഉത്തരവാദിത്വമാണ്. അതിപ്പോൾ ആരാ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞെന്നുള്ള കാര്യം നിന്നെ അറിയിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. താഴ്ന്നു പോയ ധൈര്യത്തെ എങ്ങനെയൊക്കെയോ തിരിഞ്ഞു പിടിച്ചുകൊണ്ട് ലക്ഷ്മി അവന് നേരെ ദേഷ്യത്തോടെ ചീറി. ഇനിമേല ഇമ്മാതിരി ചോദ്യം ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന ഈശ്വരനാണ് സത്യം. നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കൃഷ്ണനോട് പറഞ്ഞു കൊടുക്കും, നോക്കിക്കോ. ലക്ഷ്മിയുടെ ആ സംസാരത്തിൽ ഭദ്രനൊന്ന് വിറച്ചു. കാരണം മംഗലശ്ശേരി കൃഷ്ണൻ നായരെ ഭദ്രന് അന്നും പേടിയാണ്. ബഹുമാനം കൊണ്ടുള്ള പേടി. ഒരിക്കലും അയാളുടെ മുൻപിൽ എന്ന സ്ഥാനപ്പേര് ലഭിക്കുവാൻ ഭദ്രനൊട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അവൻ അമ്മയെ ഒന്ന് ഉറ്റുനോക്കിക്കൊണ്ട് മുറിയിലേക്ക് വേഗത്തിൽ നടന്നുപോയി. ഹോ മഹാദേവാ, നീ തന്നെ തുണച്ചു. അല്ലായിരുന്നെങ്കിൽ ആ പാവം പാറക്കൊച്ചിൻ്റെ വലത്തെ കവളും ഇവൻ ശരിയാക്കിയേനെ. മനസ്സിലങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ലക്ഷ്മി വിളക്കിന് മുൻപിലിരുന്ന് നാമം ജപിക്കുവാൻ തുടങ്ങി. എന്നാലും ആരായിരിക്കും അമ്മയോട് അക്കാര്യം പറഞ്ഞേ? ഇടയ്ക്ക് വീഡിയോ കണ്ട കാര്യം അമ്മ പറഞ്ഞല്ലോ. അതെന്താണാവോ? താൻ തൻ്റെ മുറിയിലിരുന്ന് കുടിച്ച സംഭവത്തിൻ്റെ വീഡിയോ കണ്ടെന്നുള്ളതാണോ ഇനിയിപ്പോൾ അമ്മ ഉദ്ദേശിച്ചത്? പാതിരാത്രിക്ക് തൻ്റെ മുറിയിൽ വന്ന് ഫോട്ടോഷൂട്ട് നടത്തുവാൻ ഇവിടെ ആർക്കാണ് ഇത്ര ധൈര്യം? പുറത്തുനിന്ന് ആരും വന്ന് ചെയ്യില്ല. പിന്നെ ആര്? തന്നോട് ശത്രുത തോന്നാനും മാത്രം ഈ ഗ്രാമത്തിൽ ആരാണുള്ളത്? അവൻ തല പുകഞ്ഞാലോചിച്ചു. ജനലിന് പുറത്തെ കറുപ്പിലേക്ക് അവൻ കണ്ണു നട്ട് നിന്നു. അപ്പോഴാണ് പോപ്പ് സംഗീതത്തിൻ്റെ ശീലുകൾ ഭദ്രൻ്റെ കാതിൽ വന്നു പതിച്ചത്. കണ്ണുകൾ ഉയർത്തി പാട്ടിൻ്റെ ഉറവിടത്തിലേക്ക് നോക്കി. നോട്ടം പോയത് മംഗലശ്ശേരി തറവാടിൻ്റെ 2ാം നിലയിലെ ഇടത്തുവശത്തെ വെട്ടമണയാത്ത മുറിയിൽ നിന്നാണ്. അതിൽ നിന്നുള്ള വെളിച്ചമല്ലാതെ ആ വീടിൻ്റെ വേറൊരു മുറിയിലും വെട്ടം കാണുന്നില്ല. അവൻ അങ്ങോട്ടേക്ക് സൂക്ഷിച്ചു നോക്കി. പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് അസാധ്യമായ മെയ്വഴക്കത്തോടെ
പാർവതി ഡാൻസ് ചെയ്യുന്നുണ്ട് അവിടെ. അവൻ ഒരു നിമിഷത്തേക്ക് അവളെ കണ്ണുകൾ വിടർത്തി നോക്കി നിന്നു. എന്തൊക്കെ അറിയാമെങ്കിൽ എന്താ, അഹങ്കാരത്തിന് കൈയും കാലും വെച്ച സാധനമാണ്. പെറുപെറുത്തുകൊണ്ടവൻ അങ്ങോട്ടേക്കുള്ള നോട്ടം മാറ്റി. ശേഷം കട്ടിലിലേക്കായി വന്നിരുന്നു. ഭദ്രന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പൊട്ടിയ ചില്ലു മാറ്റി ചുവരിൽ തൂക്കിയ നന്ദനയുടെ ഫോട്ടോയിലേക്ക് അവൻ നോക്കിക്കിടന്നു. നീ തന്ന ഓർമ്മകളാൽ ഇന്നെനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. ഞാൻ കണ്ണു നിറച്ചൊന്നുറങ്ങിയിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എന്താ ചെയ്യണ്ടേ? ഉറക്കമില്ലാത്ത രാത്രികളിൽ അത് മാത്രമായിരുന്നു എൻ്റെ കൂട്ടുകാരൻ. ഇനിയിപ്പോൾ അതുമില്ല. നീ തന്നെ പറയ്. ഒന്നെങ്കിൽ എന്നെ കൂടെ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ നീറി മരിക്കുന്നിടം വരെ ശ്വാസം മുട്ടി ജീവിക്കേണ്ടി വരും. മനസ്സിലുള്ളത് ആ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. അവൻ പ്രതീക്ഷയോടെ തുറന്നിട്ട ജനലിൻ്റെ പുറത്തേക്ക് നോക്കി. നന്ദന മരിച്ചതിൽ പിന്നെ രാത്രി കാലങ്ങളിൽ ഒരിക്കലും താൻ ആ ജനൽപ്പാളികൾ അടച്ചിട്ടിട്ടില്ല എന്നവൻ മനസ്സിലോർത്തു. അവളെയും കണ്ടുകൊണ്ട് കിടന്നുറങ്ങാനായി. അവിടെ പൂത്തു പടർന്നു നിൽക്കുന്ന ചെമ്പകമരം വഴിവിളക്കിൻ്റെ പ്രകാശത്തിൽ ചെറുങ്ങനെ അവന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പൊടുന്നനെ ജനലിൽ കൂടി ചെമ്പകത്തിൻ്റെ മനം മയക്കുന്ന സുഗന്ധം അവൻ്റെ മുറിയിൽ ആകമാനം പരന്നൊഴുങ്ങി. ഭദ്രൻ്റെ ചുണ്ടുകളിൽ അപ്പോൾ നന്ദനയ്ക്ക് വേണ്ടി മാത്രമായി ഒരു ചെറു പുഞ്ചിരി വിടർന്നു. എനിക്കറിയാം, എന്നെ വിട്ടു പോകുവാൻ നിനക്കാവില്ലെന്ന്. നീ എൻ്റെ മുറിയിൽ തന്നെയുണ്ടല്ലേ? പക്ഷേ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ നന്ദനെ. ചുണ്ടുകളിൽ വിതുമ്പൽ വന്നുപോയി. സാരില്ല, നിനക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് മതി, അത് മാത്രം മതി. അവൻ അവളുടെ ലോകത്തായിരുന്നു. അവനും നന്ദനയും മാത്രമുള്ള അവരുടെ മാത്രമായ ലോകത്തിൽ. കണ്ണുകൾ പൂട്ടി അവരുടെ പ്രണയ നിമിഷങ്ങളെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് സ്വപ്നലോകത്തേക്ക് വിഹരിച്ചുകൊണ്ടിരിക്കുമ്പോഴിടയിലാണ് ഇംഗ്ലീഷ് പാട്ടിൻ്റെ കാതടപ്പിക്കുന്ന ശബ്ദം അവനെ അതിൽ നിന്ന് അലോസരപ്പെടുത്തിയത്. പൊടുന്നനെ അവൻ കണ്ണുകൾ തുറന്നു, ഒട്ടൊരു നീരസത്തോടെ. ഈ പാതിരാത്രിയിൽ ഇവളെന്തിനാ നാട്ടുകാരെ ഉറക്കാതെ ഈ കോപ്പും വെച്ചുകൊണ്ടിരിക്കുന്നേ? പാർവതിയുടെ മുറിയുടെ ജനലരിയിലേക്ക് അമർഷത്തോടെ നോട്ടം പായിച്ചവൻ അപ്പോൾ കണ്ടു, പെണ്ണ് കയ്യിലൊരു ഫോണുമായി അവിടെ വന്നു നിന്നുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് ഏന്തി വലിഞ്ഞു നോക്കുന്നത്. പെട്ടെന്ന് അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി. തലച്ചോറിനുള്ളിലൊരു അപകടം മണത്തു. ഇവൾ എന്തിനാണ് എൻ്റെ മുറിയിലേക്ക് നോക്കി നിൽക്കുന്നേ? അതും ഈ പാതിരാത്രിയിൽ. ഭദ്രൻ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പതിയെ മുറിയുടെ മൂലയിലേക്കായി മാറി നിന്നു. അവക്ക് കണ്ണെത്താൻ പറ്റാത്തത്ര വിധത്തിൽ. ശേഷം അവളെ എത്തി നോക്കിക്കൊണ്ട് വീക്ഷിച്ചു. പെണ്ണ് വീണ്ടും സൂക്ഷ്മമായി തൻ്റെ മുറിയിലേക്ക് ഇരുന്നും കിടന്നും കൊണ്ട് നോക്കുന്നുണ്ട്. ദേഷ്യം കൊണ്ടവൻ അണപ്പല്ല് ഞെരിച്ചു. എന്തിനു വേണ്ടി? അതുമാത്രം അവന് മനസ്സിലായില്ല. പക്ഷെ പെണ്ണിൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ കണ്ടപ്പോൾ അമ്മ പറഞ്ഞ വീഡിയോ ആണ് അവൻ്റെ മനസ്സിലേക്ക് ആ സമയം ഓടിയെത്തത്. ഇനി ഇവളെങ്ങാനുമാണോ എൻ്റെ വീഡിയോ എടുത്ത് അമ്മയെ കാണിച്ചത്? ആ ഒരു ആലോചനയിൽ തന്നെ ദേഷ്യത്താൻ അവൻ തലയൊന്ന് കുടഞ്ഞു. ഇവിടെ മുറിയിൽ നിന്ന് നോക്കിയാൽ തൻ്റെ മുറിക്കകം നല്ല വൃത്തിയായി കാണുകയും ചെയ്യാം. ഭദ്രൻ്റെ ചിന്തകൾ കാട് കയറി. അങ്ങനെയെങ്കിൽ ഈ ഭദ്രൻ ചെമ്പകശ്ശേരി ഭദ്രന്മാരുടെ കൈകൊണ്ടായിരിക്കും നിന്റെ. കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ദേഷ്യമൊന്ന് നിയന്ത്രിക്കുവാൻ ശ്രമിച്ചു. എന്തോ ആലോചിച്ചുകൊണ്ട് മുറിയിലെ വെളിച്ചം അവൻ കിടത്തി. ശേഷം ജനലിൻ്റെ അരികിൽ പോയി നിന്നുകൊണ്ട് മുകളിലേക്ക് വീണ്ടും നോക്കി. പെണ്ണവിടെ ഫോണുമായി നിന്നുകൊണ്ട് തത്തിക്കളിക്കുന്നുണ്ട്. പിന്നീട് ഒട്ടൊരു നിരാശയോടെ ഉള്ളിലേക്ക് ചാടിത്തുള്ളി പോകുന്നത് ഭദ്രൻ്റെ കണ്ണുകൾ വ്യക്തമായി പകർത്തിയെടുത്തു. അത് ചെയ്തത് നീയാണെങ്കിൽ നീ വളരെ നന്നായി തന്നെ അനുഭവിക്കും പാർവതി. മുരണ്ടുകൊണ്ട് തലയൊന്ന് കുടയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്നും തീയാണ് പാറിയിരുന്നത്. അപ്പോൾ തുടരും കേട്ടോ. അപ്പോൾ വേഗം വായിക്കുക കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് നാളെ വരുവേ. നിങ്ങൾക്ക് കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ. പിന്നെ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ.